വെൽക്കം ബാക്ക് ടു ഓൺ റോഡ്. ഓൺ റോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ് റിസ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2012 മോഡൽ മിനി കൂപ്പറിൻ്റെ കൂപ്പർ എസ് ആണ്. കൂപ്പർ എസ് കൺവേർട്ടബിൾ മോഡലാണ്. ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഫുൾ ബോഡി പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കസ്റ്റമർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കളർ ഫിക്സ് ചെയ്തിട്ടുണ്ടായി. മിനി കൂപ്പറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജസ്റ്റി യെല്ലോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. കൺവേർട്ടബിളിന് തന്നെ വന്നിട്ടുള്ള ഒരു കളറാണ് അത്. പ്ലസ് പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്കാണ് കൊണ്ടുവരുന്നത് ഈ ഒരു വെഹിക്കിൾ. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു ഗ്രിൽ പോർഷൻ, അതുപോലെ തന്നെ ലോവർ ഗ്രില്ല്, ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ റിങ്സ്, അതൊക്കെ നമ്മൾ ഡീക്രോം ചെയ്യും. ജസ്റ്റി യെല്ലോ പ്ലസ് പിയാനോ ബ്ലാക്ക് ഒരു ഫിനിഷാണ് ഈ ഒരു വെഹിക്കിളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലെ ക്ലാഡിങ് കണ്ടാൽ അറിയാം, നല്ലോണം ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് കളറാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതും നമ്മൾ പിയാനോ ബ്ലാക്കിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ടോട്ടലി അലോയ് വീൽസ് ഓൾറെഡി നമുക്ക് പിയാനോ ബ്ലാക്കിലേക്ക് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിയാനോ ബ്ലാക്ക് ജസ്റ്റി യെല്ലോ ഫിനിഷ് ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്ലുക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. വണ്ടിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നതുപോലെ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൂപ്പർ എസ് കൺവേർട്ടബിളിന് വരുന്നൊരു കളറാണ് ജസ്റ്റി യെല്ലോ. കേരളത്തിൽ തന്നെ 1-2 വെഹിക്കിൾ മാത്രമേ ഒരു ജസ്റ്റി യെല്ലോയിലുള്ളൂ. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിയർ പോർഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ റിയറിലും ഈ ടെയിൽ ലാമ്പിൻ്റെ ആ റിങ് കാര്യങ്ങൾ നമ്മൾ ഡീക്രോം ചെയ്യും. അതുപോലെ തന്നെ ക്രോം ഇൻസേർട്സ് കംപ്ലീറ്റ് ഡീക്രോം ചെയ്യും. പ്ലസ് ആ ഒരു കോമ്പിനേഷൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റി യെല്ലോ പിയാനോ ബ്ലാക്ക് കോമ്പിനേഷനാണ് റിയറിൽ ഉദ്ദേശിക്കുന്നത്. കാര്യമായിട്ട് പിന്നെ ഇൻറ്റീരിയർ ക്ലീനിങ് നോർമൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ അത്ര തന്നെ ഉള്ളൂ. സെറാമിക് കോട്ടിംഗ് കൂടി ചെയ്യുന്നുണ്ട് വെഹിക്കിളിന്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ വർക്കാണ് ഇതിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസ്മാൻഡ്ലിങ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സിങ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മിനി കൂപ്പറിൻ്റെ നമ്മുടെ ഡിസ്മാൻഡ്ലിങ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്തു. ബോണറ്റ്, ഫെൻഡേഴ്സ്, ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ സൈഡ് ഡോർസ്, അതുപോലെ റിയർ ഡിക്കി പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അതിന് ശേഷമാണ് പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സ് തുടങ്ങുക.
അപ്പോൾ ഇതാണ് നമ്മുടെ കൂപ്പർ എസ് കൺവേർട്ടബിൾ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുൾ ബോഡി പെയിൻറ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബിഫോർ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കളർ ചേഞ്ച് ചെയ്തിട്ടുള്ള ജസ്റ്റി യെല്ലോ എന്ന് പറഞ്ഞ കളറിലേക്കാണ്. കൂപ്പർ എസ് 2022 വരുന്നൊരു കളറാണ് ജസ്റ്റി യെല്ലോ. ഒരു ഗ്രീൻ യെല്ലോ ഷെയ്ഡ് വരുന്നൊരു കളറാണിത്. അപ്പോൾ അതിലേക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഒരു ജസ്റ്റി യെല്ലോ കോമ്പിനേഷൻ നമുക്ക് വണ്ടി മൊത്തത്തിൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ടുള്ള റോഡ് പ്രസൻസ്, റോഡ് അറ്റൻഷൻ, ആൾക്കാർ ഭയങ്കരമായിട്ട് വണ്ടിയിലേക്ക് നോക്കുന്ന ഒരു കളറാണിത്. ഇപ്പോൾ 2012 വെഹിക്കിളാണുള്ളത് ഈ ഒരു വെഹിക്കിൾ. അപ്പോൾ അത് ഈ ഒരു രീതിയിലേക്ക് പെയിൻറ്റ് ചെയ്തപ്പോഴേക്കും ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ പോലെ തന്നെ അത്രയും റോഡ് അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു വെഹിക്കിളിന്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും. ആദ്യമായിട്ട് ജസ്റ്റി യെല്ലോ ഈ ഒരു ഫുൾ ബോഡി നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിയാനോ ബ്ലാക്കിൻ്റെ എലമെൻറ്റ്സ് എവിടെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം. ഒരു ഗ്രില്ലിൽ പിയാനോ ബ്ലാക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതൊരു സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. സ്റ്റിക്കർ വർക്ക് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഒരു സ്റ്റിക്കറിൻ്റെ 2 സ്ട്രൈപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോവർ ഗ്രില്ല് ഈ ഒരു ഇത് നോർമലി നമ്മൾ പ്ലാസ്റ്റിക് ആണ് വരിക, പെയിൻറ്റഡ് പാർട്സ് അല്ല വരുന്നത്. അത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ബോഡിയിൽ വരുന്ന വീൽ ആർച്ച്, അതുപോലെ തന്നെ റണ്ണിങ് ബോർഡിൽ വരുന്ന ആ ഭാഗമൊക്കെ നമ്മുടെ ഗ്ലോസി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് ആണ് നോർമലി വരാറ്, അത് ഗ്ലോസി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിയറിലേക്ക് വരുമ്പോൾ ഈ ക്ലാഡിങ്സിൻ്റെ കണ്ടിന്യൂഷൻ ആ ഒരു പോർഷൻ അവിടെയും പിയാനോ ബ്ലാക്ക് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ആയിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റ്സിൻ്റെ ക്രോം റിങ് കാര്യങ്ങളൊക്കെ ക്രോം ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ മിറർ കപ്സ് ഗ്ലോസി ബ്ലാക്കിലേക്ക് വന്നു. അതുപോലെ ഹാൻഡിൽ ഗ്രിപ്സ് വന്നു. അത് നോർമലി നമ്മളൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുക്കുമ്പോൾ നോർമലി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. വണ്ടീൻ്റെ ഒരു അട്രാക്ഷൻ, ആ ഒരു കോമ്പിനേഷൻ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിഫോർ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ ലോഗോസ് അതുപോലെ തന്നെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡള്ളായിട്ടുണ്ടായിരുന്നു. ഈ മിനീൻ്റെ ഈ ഒരു ബാഡ്ജിങ് ഒക്കെ കുറച്ച് ബിഫോർ വീഡിയോ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് നമ്മൾ ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രം അതേപോലെ നിർത്തി ഇത് ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിൽ കൂപ്പറിൻ്റെ ആ ബാഡ്ജിങ് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒരു മൈന്യൂട്ടായിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു കാറ് അത്രയും അട്രാക്റ്റീവ് ആക്കാൻ പറ്റുക, ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് ഭംഗിയാക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തു. അലോയ് വീൽസ് ഒക്കെ ഓൾറെഡി ഗ്ലോസി ബ്ലാക്ക് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്തില്ല. അതൊന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. വണ്ടി ടോട്ടൽ ബോഡി സെറാമിക് ചെയ്തിട്ടുണ്ട്. ഓൺ റോഡിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സെറാ ഷീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വർക്കാണ് ഈ ഒരു വെഹിക്കിളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും നമുക്ക് റോഡ് അറ്റൻഷനും നമ്മൾ ഓൺ റോഡിലേക്ക് വരുന്ന ആളുകളൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു വെഹിക്കിളാണ് ഈ മിനി കൂപ്പർ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. സവാദ് എന്നാണ് കസ്റ്റമറുടെ പേര്. അപ്പോൾ ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു കളറ് ചൂസ് ചെയ്യുണ്ടായി അദ്ദേഹം. അതേപോലെ തന്നെ ഈ ഒരു കളറിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ദിസ് ഈസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.